ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ ഗൈസ്, അപ്പം കുറെ നാളായി നമ്മൾ കുക്കിംഗ് വ്ലോഗൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോ ഇവിടെ ഇരുന്നപ്പോ നമുക്കൊരു സാധനം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ തോന്നി. ഇന്നൊരു സൺഡേ ആണ്. അതെ, ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. അപ്പം നമ്മള് അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പൊന്നുമാണ് ഉണ്ടാക്കുന്നത്, അറിയാലോ. എപ്പോഴും ഞാനാണ് മെയിൻ ഷെഫ്. അപ്പൊ എന്താ നമ്മൾ വഴിയെ കാണാം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് അതിന്റെ ഇൻഗ്രീഡിയൻസ്. ഗൈസ്, അപ്പം ജീരകം ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം കാണിക്കാം. ജീരകം എടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, ബ്രെഡ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുട്ട, പിന്നെ ഉപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഗൈസ്. കാണിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം. അപ്പൊ ചട്ടി നമുക്ക് ചൂടാക്കി എടുക്കാം. ഓക്കെ, ഗ്യാസ് ഓൺ ചെയ്യണേ. വെള്ളം വെച്ചേ? അത് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെള്ളം വെച്ചേക്കുക. നമ്മള് കൊറേ നാളായി കുക്കിംഗ് ഒക്കെ ചെയ്ത് ഇട്ടിട്ട് അപ്പൊ നമ്മള് ഇന്നാണ് മെയിനായിട്ട് എനിക്ക് പനി പിടിച്ചു പോയി. ഞങ്ങൾ രണ്ടുപേരും സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുമാതിരി അടഞ്ഞ്. ഈ ഒരാഴ്ച നമുക്ക് നല്ല പനി. ഈ ഒരാഴ്ച നമുക്ക് നല്ല പണിയാണ്. കാറ്റ് ഗൈസ്, അപ്പൊ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചുമയുണ്ട് ഗൈസ്, പനിയുടെ ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ സവാള ഞാൻ നന്നായിട്ട് വരട്ടി എടുക്കുകയാണ്. ഏകദേശം ഒന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി വരും. നമ്മുടെ മുട്ട താണ്ട് ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇതുണ്ടോ, പൊട്ടലൊക്കെ വീണിട്ടുണ്ട് നമ്മുടെ മുട്ടയ്ക്ക്. ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും, കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവാനുണ്ട്. പിന്നെ നമ്മള് ഇത്രയും ദിവസത്തെ വീട് ലാഗ് പനി ഇന്നലെ നമ്മൾ ലൈവ് വന്നില്ലേ? ലൈവില് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കിംഗ് വ്ളോഗിന്റെ കാര്യം. അപ്പൊ എല്ലാവർക്കും കുക്കിംഗ് വ്ളോഗിനോടാ ഭയങ്കര താല്പര്യം തോന്നുന്നു. എല്ലാരും അടുത്ത കുക്കിംഗ് വ്ളോഗ് ഇടുന്നു പറയും. ആരണ്ടൊക്കെ ഞാൻ ചെയ്ത അതേ റെസിപ്പി വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക്സ്. എന്റെ റെസിപ്പീസ് ഒക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് ഒരാൾ ശരിയെന്ന് പറയുന്നതാ ഏറ്റവും വലിയ കോമഡി. ഞാൻ ഫുൾ യൂട്യൂബാണ്. യൂട്യൂബിലെ ഇൻസ്റ്റയില് ഇങ്ങനെ ഷോർട്സ് വരുമ്പോ നമ്മൾ അതെടുത്തിട്ട് കണ്ടിഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ അതുണ്ടാക്കും. നമ്മുടെ മെയിൻ ഇതിപ്പോ ഉണ്ടാക്കി വരുമ്പോ അറിയാം കേസ് എന്തോ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊരു ഈവനിങ് സ്നാക്സ് ആണ്. അവസാനം എന്തായി വരുന്നു അപ്പോഴാണ് അതിന് നമ്മൾ പേരിടാൻ പോകുന്നത്. സക്സസ് ആവോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. അതെ, പിന്നെ ഇന്ന് തൈപ്പൂയല്ലേ? ഇന്ന് തൈപ്പൂയാണ് ഗൈസ്. എല്ലാ മുരുകൻ അമ്പലത്തിലും പരിപാടി ആയിരിക്കും. നമ്മുടെ ഇവിടെ അടുത്ത് കുറെ അമ്പലങ്ങളിൽ നല്ല പരിപാടി. വെലങ്ങറ അമ്പലം നമ്മുടെ ഇവിടെ അടുത്താണ്. പിന്നെ കണ്ണങ്കോട് അമ്പലം നമ്മുടെ അടുത്താണ്. ഇതുവരെ പോയില്ല, പോണം. വൈകിട്ട് പോണമെന്നുണ്ട്. നോക്കാം എന്താവോന്നറിയാം. പോവാന്നെങ്കിൽ അതൊരു വ്ളോഗാക്കാൻ നോക്കാം. അതേ പറയുന്നുള്ളൂ. നമ്മുടെ ഉത്സവത്തിന് നമ്മൾ എന്തായാലും നമ്മുടെ ഉത്സവം അടഞ്ഞേ വരുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ആണ് ഗൈസ് നമ്മുടെ ഉത്സവം വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തായാലും ഒരു ഡെയിലി വ്ളോഗ് പോലെ നമ്മൾ നോക്കും. ഡെയിലി വ്ളോഗ് നോക്കും. അപ്പൊ അത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. 2-3 ദിവസത്തെ കാണുമല്ലേ? 12 ദിവസം ഉത്സവം 12 ദിവസം ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നോക്കാം. പിന്നെ ഫ്ലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണും. പിന്നെ അങ്ങനെ ഉത്സവത്തിന്റെ എല്ലാ വൈബും നമ്മള് ഷൂട്ട് ചെയ്തിടുന്നതായിരിക്കും അല്ലേ? ഒരു വ്ളോഗാക്കി ഇടാൻ ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ സാധനം ഇവിടെ കരിഞ്ഞു മുരിഞ്ഞു ഗൈസ്. കാരണം
ഒത്തിരി എണ്ണ ഞാൻ ചേർത്തു പോയി, അതാണ് ഗൈസ് സാധനം ചെറുതായിട്ട് ബ്രൗണിഷ് കൂടി പോയി. ബ്രൗണിഷ് കൂടി പോയി, കാരണം ഞാൻ എണ്ണ ഒഴിച്ചപ്പോയി പോയി. ആ എണ്ണ ഞാൻ മാറ്റട്ടെ, ഇല്ലെങ്കിൽ നല്ല രീതിക്ക് ബ്രൗണിഷ് ആയി പോയി. എണ്ണ കൂടിപ്പോയി കഴിച്ചതാ, നമുക്കത് പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടി, ചില്ലി പൗഡർ, എരിക്ക് മതി. ഭയങ്കര എരിയായിപ്പോ ഈ സാധനം കരിഞ്ഞെങ്കിലും വലിയ പ്രശ്നമില്ല. കരിഞ്ഞെന്ന് അങ്ങനല്ല, ഒന്ന് മൂത്തില്ലേ, മൂപ്പ് കൂടിപ്പോയി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വിതറിയില്ലേ, പിന്നെ ഗരം മസാല. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മസാലകളെല്ലാം നിങ്ങൾ ഇട്ട് കൊടുക്കൂ ഗൈസ്. എൻ്റെ കയ്യിലുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ആവശ്യത്തിന് സാൾട്ട്. ഇതെന്തായി വരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. അവസാനം ഉണ്ടായി വരുമ്പോഴാണ് ഇതിന്റെ പേര് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതിപ്പം എനിക്ക് കണ്ടിട്ട് ഇഞ്ചിക്കറിക്കൊക്കെ ചെയ്യുന്ന തോന്നുന്നു. എന്റെ സവാള എന്നെ ചതിച്ചു. അവസാനം ഉണ്ടാക്കി വരുമ്പോഴാണ് നമ്മൾ ഇതിന് പേരിടാൻ പോകുന്നത്. ഓക്കെ, ഇതങ്ങോട്ട് വരണ്ട് വന്നില്ലേ, എണ്ണ കൂടിപ്പോയപ്പോ മൊത്തത്തേക്ക് ക്രിസ്പി ആയിപ്പോയി. പ്രശ്നമില്ല, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളല്ലേ കഴിക്കുന്ന ടേസ്റ്റ് എന്തോ. ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ. ട്രൈ ചെയ്തോണ്ടേയിരിക്കും. വ്ലോഗ് ഇറക്കിയപ്പം നമ്മുടെ പീനട്ട് ബട്ടർ ആയതല്ലേ, അത് നല്ല രീതിയിൽ ഫ്ലോ. ബാക്കി വന്നെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ആയിരുന്നു. ഒട്ടും വിചാരിച്ചില്ല സെറ്റ് ആവും. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ മുട്ട ഞാനിവിടെ പുഴുങ്ങി എടുത്തേക്കാം. 3 മുട്ടയാണ് നമ്മുടെ കയ്യിലുള്ളത് ഗൈസ്. അപ്പൊ ഈ മുട്ട നമുക്ക് ആദ്യം പൊളിച്ച് ഇതിന്റെ തോടെടുക്കണം. ഓക്കെ, അതാണ് പരിപാടി. അപ്പൊ ഇതിന് നമുക്കൊരു പച്ചവെള്ളത്തിലേക്ക് ഇടാം. ഞാൻ പറയുന്നതെല്ലാം തെറ്റിപ്പോന്ന്, എനിക്ക് അറിയത്തില്ല എന്താണ്. ഇത് പച്ചവെള്ളത്തിലേക്ക് ഇടാം. ഇത് ഭയങ്കര ചൂടാ, അപ്പൊ ഇത് ഇളക്കി എടുക്കണം. അപ്പൊ ആദ്യം പച്ചവെള്ളത്തിൽ ഇളക്കി എടുത്തിട്ട് പണിയാണ് ഗൈസ്. അപ്പൊ അത് ഇളക്കി എടുത്തിട്ട് വരാം. ഓക്കെ, ഇളക്കി എടുത്തിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മുടെ മുട്ട താണ്ടി ഇവിടെ നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവിയേറ്റി ഒരു ഇഡ്ഡലി പാത്രം നമ്മൾ എടുത്ത് വെച്ചേക്കുക, ആവി ഏറാൻ വേണ്ടിയിട്ട് ചൂടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ കയ്യിലിപ്പം 3 മുട്ട ഉള്ളതുകൊണ്ട് 3 ബ്രെഡ് ഇടുക. 3 മുട്ട ഉള്ളതുകൊണ്ട് 3 ബ്രെഡ് പരത്തി കിട്ടുമോ? ആ, ഇതിന്റെ ബ്രൗൺ ഷെയ്ഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് 3 ബ്രെഡ്. ഞാൻ വീഡിയോയിൽ കണ്ടതുപോലെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചു ബ്രെഡ് ഇതുപോലെ ഷേപ്പ് ഉള്ള ബ്രെഡ്. മുട്ട കീറിയിട്ടാണോ വയ്ക്കുന്നത്? ആ, അപ്പൊ നമുക്ക് 6 ബ്രെഡ് വേണം. മുട്ട കീറിട്ട് ഞാനാണ് ഗൈസ് പ്രോ ഷെഫ്. ഇത് എല്ലാം മറന്നു പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വലുതായിട്ട് അങ്ങ് ഇതായി പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കാരണം പരത്തുന്നുണ്ടല്ലേ, പിന്നെ പരത്തി കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ബ്രെഡ് മാറ്റി വെക്കാം. എന്താണെന്നറിയത്തില്ലേ, ഞാൻ പറയുന്ന മുഴുവൻ തെറ്റിപ്പോവാ. അതിന്റെ കൂടെ ഈ പനിയും പരത്തി എടുക്കാൻ. അതെ ഗൈസ്, പിന്നെ വേറൊരു സാധനം ഉണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് അതിന് മുമ്പ് വേണമെങ്കിൽ കാണിക്കാം ഗൈസ്. ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് അവസാനം കാണിക്കാം. കഴിക്കുന്ന സമയത്ത് എന്റെ ഉള്ളി ഇത് എങ്ങനെ ആക്കി എടുക്കുന്ന എനിക്ക് അറിയത്തില്ല ഗൈസ്. ഉള്ളി വരണ്ടെടുക്കാൻ വേണ്ടി ഇത്രയും മതി, ഇച്ചിരിച്ച് വെച്ചാൽ മതി. കാരണം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയാൻ വയ്യ. ടേസ്റ്റ് ചെയ്ത് നോക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്.
എരിയുണ്ട് guys. നല്ല എരിയുണ്ട് കേസ്. അയ്യോ എരിയുണ്ട്. മുളകൊടി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ ഒരു മെഷർമെന്റ് ഒന്നും ഇല്ല, നല്ല എരിവുണ്ട് കേസ്. ഏകദേശ കണക്കിലൊക്കെ ഇടുവാണ്. ഇതിനി എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ടേസ്റ്റ് കൊണ്ട് ഒരു ക്രിസ്പി ആയിട്ടിരിക്കുക. ഇതിന്റെ അളവ് നമുക്ക് നോക്കാൻ കഴിയും. അധികം ഇതായി പോകരുത്, ചമ്മന്തി ആയി പോകരുത്. ചൂടായത് തൊട്ട് അത് മതി അത് മതി അത് മതി അത് മതി അത് മതി. നല്ല രീതിക്ക് ചൂടായി കഴിച്ചു. അയ്യോ സത്യം പറഞ്ഞ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്ക് എടുത്ത കിളി പോയ കണക്ക നമ്മള് കാണിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യമത്തെ ബ്രെഡ് നമുക്കൊന്ന് എടുക്കാം. ഫിഷ്. ഓക്കെ ഗൈസ്, ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ബ്രെഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് കത്തി വെച്ച് ഇതിന്റെ സൈഡ് ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഓക്കെ, പക്ഷെ വളരെ കൊച്ചു ബ്രെഡായി പോയി. ഷേപ്പ് കറക്റ്റായിട്ട് വളരെ തീരെ ചെറുതാണ്. കട്ട് ചെയ്ത് ഇങ്ങനെ ഇളക്കാൻ പറ്റത്തില്ലേ? ഇതെന്താണ് എനിക്കൊരു പിടിയാ മനസ്സിലാകുന്നില്ല. അവരിങ്ങനെയൊക്കെ കാണിച്ചു, പക്ഷെ നമ്മൾ വാങ്ങിയ ബ്രെഡ് ചെറുതായിപ്പോയി. ഓക്കെ, ഇനി നമുക്കിത് ഇതൊന്ന് പരുത്തം പറയുന്ന ബാക്കി ഇനി എന്തൊക്കെ ആവുന്നു. ഇത് ഒട്ടിപ്പിടിച്ചാണ് കായ്, പക്ഷെ അങ്ങോട്ട് നീളം നിൽക്കുന്നില്ല. ചെറിയ ബ്രെഡാണ്, അതുകൊണ്ട് നല്ല തിന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു മുട്ട കേറാനുള്ള ഇതില്ലെന്ന് രണ്ടെണ്ണം വെച്ച് ട്രൈ ചെയ്യാം. രണ്ടെണ്ണം വെച്ച് ചെയ്യാം. അത് പറ്റുന്നില്ല. ഇത് കട്ട് ചെയ്യണ്ട, നമുക്ക് കൈ വെച്ച് ഇളക്കല്ലേ. അത് ഇളക്കിയിട്ടായിരുന്നു അത് ഉപയോഗിക്കാൻ വെക്കേണ്ടത്. ബ്രൗൺ ഷെയ്ഡ് ഞാൻ എന്താ പിച്ചി എടുക്കുവാണ്. നമുക്കത് ഫുള്ള് പിച്ചി എടുത്തിട്ട് കാണാം. പിച്ചി എടുത്തിട്ട് കാണാം ഗൈസ്. അതൊരു പണിയുണ്ട്. ഓക്കെ, ബാക്കി ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ബ്രെഡ് തടഞ്ഞ് ഇവിടെ പരുത്തി വെച്ചിട്ടുണ്ട്. പരത്തി ഒരു ഇത് കുഞ്ഞു ബ്രെഡായി പോയി ഗൈസ്. അത് ഞങ്ങൾ 2 ബ്രെഡ് വെച്ചിട്ട് പരത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മുട്ടയിലേക്ക് ഇനി കിടക്കാം. മുട്ട 2 പീസ് ആക്കണം ഗൈസ്. അപ്പൊ നമ്മള് മുട്ട എടുത്തിട്ടുണ്ട്, ഇത് നമുക്കിനി മുറിക്കാം. നമ്മളെല്ലാം ബിഗിനറാണ് ഗൈസ്. മുട്ട അറിയാൻ പോയിട്ടുണ്ട്. അയ്യോ, ഇതിന് സാധനം പോയി മാറ്റുക. മൊത്തം ദേഷ്യമൊക്കെ വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മിക്സ് ഇതിലോട്ട് വയ്ക്കാം. മിക്സ് ഒക്കെ കണ്ട് എനിക്ക് ചിരി വരുന്നത് ഗൈസ്. ഇതെന്തൊരു മിക്സാ. നമ്മൾ മുട്ട ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റ് ആവില്ലേ മെനു? സെറ്റ് ആവുന്ന പ്രതീക്ഷ. എന്നിട്ട് ഈ ബ്രെഡ് വെച്ച് ഇത് മൂടണം. മൂടാനുള്ള ബ്രെഡ് ഒന്നും ഇല്ല. അപ്പൊ ഒരു ബ്രെഡ് കൂടെ എടുത്തോ, നമുക്ക് ബ്രെഡ് ആവശ്യം പോലെ എടുത്തോ ഗൈസ്. അങ്ങനല്ല ഗൈസ്. അപ്പൊ ഇത് സെറ്റ് ആവത്തോണ്ട് നമ്മൾ വേണ്ട കുറച്ച് ബ്രെഡും കൂടി ഇതിനകത്ത് വെക്കും ഗൈസ്. നമ്മളത് ഫില്ല് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെയായി ഗൈസ്. ഒരെണ്ണം ഫില്ല് ചെയ്തപ്പോഴേ പാതി ബ്രെഡും തീർന്ന് ഗൈസ്. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ബ്രെഡ് സെറ്റ് ചെയ്യണം. ട്രൈ ചെയ്തത് തികഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഒരെണ്ണം കാരണം ചെറിയ ബ്രെഡാണ്ട് കറക്റ്റ് ഷേപ്പിൽ പോയി നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇച്ചിരൂടെ വലിയ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ ഇച്ചിരി വലിയ ബ്രെഡ് മേടിച്ച് ഉണ്ടാക്കാൻ നോക്കുക. നമ്മളിപ്പോ 5-6 കമ്പൊക്കെ ഇട്ട് കുത്തി സെറ്റ് ചെയ്താൽ നമ്മളിവിടെ ഇത് വെച്ചേക്കുന്നത്. ടൂത്ത് പിക്ക് ഇല്ലാത്ത നമ്മൾ ഇറുക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ എഗ് പപ്സ്. ബ്രെഡ് എഗ് പപ്സ്.
അങ്ങനെയാണ് കേസ് പറയുന്നത്. ബ്രെഡ് എഗ് പപ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ഇതെന്തായാലും ഇത് സ്റ്റീം കയറി വന്നാൽ എന്തിനാവാൻ പറ്റും. അപ്പൊ ഇതെന്തായാലും സ്റ്റീം ആയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ അതാണ്ട് നമ്മളിവിടെ പപ്സ് പോലെ നമ്മുടെ ബ്രെഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഏകദേശം നമ്മളങ്ങ് സെറ്റ് ആക്കി എടുത്ത് ഗൈസ്. ഇപ്പം 2 പപ്സ് ഒരു പപ്സ് വെക്കേണ്ട അടുത്ത് ഇപ്പൊ നമ്മൾ 4 പപ്സ് സോറി ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്തെടുത്തത്. നമുക്ക് ഇനി ഈ ഒരു ഇത് ഈ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കാം. ഓക്കെ കാണുന്നുണ്ടോ ഗൈസ്? തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൂപ്പിക്കാൻ മുങ്ങുന്നില്ല ഗൈസ്. ഇതൊരു ഓറഞ്ച് കളറ് കിട്ടണമെന്നാണ് അവര് കാണിച്ചത്. നമുക്ക് ഇത് ഏത് കളറ് കിട്ടുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് എഗ് പപ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതേതാണ്ട് തിളച്ച് മറിയുകയാണ് ഗൈസ്. ഉള്ളിലോട്ടൊക്കെ എണ്ണ കയറുന്നുണ്ടെന്ന് തോന്നുന്നു. സെറ്റായിരിക്കും. ഓക്കെ, ഇതുപോലെ കിട്ടും ഗൈസ്. ഇച്ചിരി പെടാപ്പാട് വിട്ടു. നമ്മളിവിടെ ചപ്പാത്തിക്കല്ലിലിട്ട് 5-6 വട്ടം ചെയ്ത്. ചെറിയ ബ്രെഡായിരുന്നു. അപ്പം ആ ഇത് വെച്ചപ്പോ കിട്ടിയില്ല ഗൈസ്, എല്ലാം കൂടെ വെച്ചപ്പോ. അപ്പൊ പിന്നെ വെള്ളമിട്ട് 2-3 എക്സ്ട്രാ ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. സാധനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്മള് മുട്ട വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. പുളിയായിരിക്കും. തിരിച്ചിട്ട് നമ്മുടെ പിടിക്കുന്ന സാധനം സമയത്തൊന്നും കാണത്തില്ല. ഞാനതൊന്ന് തിരിച്ചിടട്ടെ ഗൈസ്. എനിക്കിത് കണ്ടിട്ട് ഒരു കട്ട്ലൈറ്റ് പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ നമ്മള് ഓരോന്നിങ്ങനെ പൊരിച്ചെടുത്ത് ചൂട് പോയി നല്ല കറുമുറാന്ന് കഴിക്കാൻ. ഇത് നല്ലതായിട്ട് മുരിഞ്ഞ് ഇതായി കഴിഞ്ഞു പോലെ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാണ് ഇതാണല്ലേ ദൈവമേ. ഓക്കെ കുറച്ച് എണ്ണ വെച്ച് അങ്ങനെ വെച്ച് ഞാൻ എടുത്തിടാം ഗൈസ്. എണ്ണ വേണ്ടി എന്റെ പൊന്നി ഇപ്പൊ എണ്ണയെല്ലാം തീർച്ചയായും. ശരി കണ്ട ഗൈസ്, നല്ല പുളിയായിട്ട് ഇട്ടിട്ടുണ്ട്. വെച്ചേ എണ്ണ നല്ല രീതിക്ക് നോക്കിയെടുക്കട്ടെ. ഒരെണ്ണം സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. കണ്ടോ, പുളിയായിട്ട് കിട്ടും ഗൈസ്. ഇതും പെട്ടെന്ന് മൂത്ത് വരുന്നുണ്ട്. എണ്ണ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലും നമുക്കൊരു ഫാൾട്ട് വരാതിരിക്കത്തില്ല. ഏത് കുക്കിംഗ് വ്ലോഗ് ഇട്ടാലും നമുക്കൊരു ഫാൾട്ട് അവിടെ വരും. അതെന്തോ നമുക്ക് അറിയത്തില്ല ഗൈസ്. മതി ഭയങ്കരമായിട്ട് കരിയും എടുക്കെടുക്കെടു. ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് കിട്ടിയാൽ മതി. അതെ, ക്രിസ്പിനെസ് കിട്ടിയാൽ മതി. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ സാധനം കൊതി വരുന്നില്ലേ ഗൈസ് കഴിക്കാൻ? കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം അങ്ങനെ ഒടുവിൽ നമ്മൾ ബ്രെഡ് എഗ് പപ്സ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറായി ഒരു ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളു. എണ്ണയൊക്കെ പെട്ടെന്ന് തീർന്നു. എത്ര എണ്ണ വലിച്ചെടുത്ത് കഴിച്ചു ബ്രെഡ്. അപ്പൊ ഇതിനകത്ത് എന്തോരം എണ്ണ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇടക്കിടക്കൊക്കെ ഉണ്ടായി കഴിക്കുക. എപ്പോഴും ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രീതിക്ക് നമ്മുടെ ബോഡിയിലെ ഓയില് കൂടും, ഫാറ്റ് കടിഞ്ഞു കൂടും. ഓക്കെ സ്റ്റവ് ഓഫ് ചെയ്തോ. കഴിഞ്ഞു കഴിച്ച് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് മാറിയിട്ട് നമുക്കിത് സാപ്പിടാം. ചൂട് മാറുമ്പോഴത്തേക്ക് നമുക്ക് സാപ്പിടാം ഗൈസ്. സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ,
ചൂട് വായന എടുത്ത് വായിലിടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വാ മൊത്തം കരിഞ്ചു പോച്ചു. ഗൈസ്, അപ്പോ നമ്മുടെ എഗ് എന്റെ വായി മൊത്തം എഗ് ആകുന്നത് ബ്രെഡ് എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ തടുക്കുന്ന കാര്യം നമുക്ക് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അത് കാണിക്കാം ഗൈസ്. ഓക്കെ, വരൂ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ സർപ്രൈസ്. പുതിയ സാധനം നമുക്ക് കിട്ടിയതാണ് ഗൈസ്. ഫുള്ളി ഫ്രീ ആണ് ഗൈസ്. KTP നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണിത്. അതെ, അതിപ്പോ നിങ്ങളവിടെ കാണിക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് കാണിക്കുക. അൺബോക്സിംഗ്. അപ്പം ബൈക്ക് വാങ്ങുന്ന എല്ലാവർക്കും ഇത് കണക്ട് ആവും. തികച്ചും ഫ്രീ ആണ് ഗൈസ്. ഒരു KTMന്റെ ഒരു പ്രീമിയം ഹെൽമെറ്റ് ആണ്. ഗൈസ്, എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ പോയി കിട്ടിയല്ലേ നമുക്ക്. ഇതാണ് നമ്മുടെ മുതുക്ക് സാധനം. കൊള്ളാം. ബാക്കിൽ കാണിച്ചേ. കിടിലൻ ലാർജ് സൈസ് കിഡിലോസ്കി ആണ് ഗൈസ്. കണ്ടോ, എല്ലാം പക്കയാണ് ഗൈസ്. റെഡി ടു റൈസ്. നമ്മുടെ ഇത് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. എൻ്റെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ സാധനം എല്ലാം റെഡി ആയിട്ട് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുവാണ് ഗൈസ്. നമ്മുടെ അപ്പോൾ ഗൈസ്, നമ്മൾ സാധനമൊക്കെ കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ചോട്ടൂനാണ്. ചോട്ടു പ്ലീസ്. എപ്പിടി ഇருக்கு മുട്ട കിട്ടിയില്ലേ? കൊള്ളത്തില്ലാന്നൊന്നും പറയത്തില്ല ഒരിക്കലും. കൊള്ളാം, അടിപൊളി. കഴിക്കാൻ പറ്റിയ സാധനമാണ്. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് മുട്ട ഇട്ടിട്ട് കൊള്ളാം. മുട്ട ഇട്ടിപ്പോ കൊള്ളാം. ബ്രെഡ് മാത്രം ഇങ്ങനെ മരിച്ചു വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരുമാതിരി ടേസ്റ്റ് ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടകളാകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പക്കയായിട്ട് കിട്ടുന്നത്. അടിപൊളിയായിരിക്കും. സാധനം സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഫൗളായെങ്കിലും പക്ഷെ സാധനം കൊള്ളാൻ കഴിച്ചു. ഉള്ളി മാത്രമല്ല നമുക്ക് കുറച്ച് ഇതായി പോയത്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം ഗൈസ്. എഗ് പപ്സ് നൈസ് ആയിട്ടുണ്ട്. അല്ല, ബ്രെഡ് എഗ് പപ്സ് നൈസ് ആയിട്ടുണ്ട് ഗൈസ്. ரொம்ப ടേസ്റ്റ്. അതെ, ഞാൻ കഴിച്ചോണ്ടിരിക്കാം. ഇത് മൊത്തം ഞങ്ങൾ തന്നെ കഴിച്ചു ചേർക്കണം. നമ്മുടെ ഞാനും ചോട്ടും മാത്രമുള്ള. സോ അപ്പം രണ്ടെണ്ണം നമ്മളുണ്ട് കഴിച്ചു വെക്കും. എല്ലാം നമ്മളെ വായിൽ കയറിയപ്പോൾ സംസാരിക്കാൻ പറ്റുന്നു. എരിയുണ്ടോ ചെറുതല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.